ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഫോം ഓഫ് ബിസിനസ് ആണ്. നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് കോപ്പറേറ്റീവ് ബാങ്ക് സൊസൈറ്റികളൊക്കെ കാണാറുണ്ട്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഒരു നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ ഒരു ഏരിയയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിൽ കൂടുതൽ നടക്കാറ്. അതായത് കുറച്ച് ആൾക്കാർ വോളണ്ടറി ആയിട്ട് ഒരുമിച്ച് ചേർന്ന് അവരവരുടെ കോമൺ ഇൻട്രസ്റ്റിന് വേണ്ടി അത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ജോയിന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ജോയിന്റ് എഫേർട്സിൽ കൂടെ ഒരു വലിയ സക്സസ് ഇൻഡിവിജ്വൽസിന് എത്താൻ സാധിക്കുന്നു. അതിനാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ അറിയാം, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കൺസ്യൂമേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് അവർക്ക് ആവശ്യത്തിനുള്ള ഗുഡ്സ് വളരെ ചെറിയ റേറ്റിൽ, ചീപ്പർ ആയിട്ടുള്ള റേറ്റിൽ കൊടുക്കുന്നു. അപ്പൊ അത് പ്രൊഡ്യൂസേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെ ആ രീതിയിൽ അവർ പ്രോഫിറ്റ്സ് ഒക്കെ, മിഡിൽ മാൻസ് കൊടുക്കേണ്ട പ്രോഫിറ്റ്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് അവർ സെയിൽസ് നടത്തുന്നു. യൂഷ്വലി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മോട്ടോ എന്ന് പറയുന്നത് ഈച്ച് ഫോർ ഓൾ, ഓൾ ഫോർ ഈച്ച് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ മോട്ടോ നിങ്ങൾ പഠിച്ചു വെക്കണം. ഈച്ച് ഫോർ ഓൾ, ഓൾ ഫോർ ഈച്ച്. അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ഫീച്ചേഴ്സ് ആണ്. ഒന്നാമത്തെ ഫീച്ചറാണ് ദിസ് ഇസ് എ വോളണ്ടറി അസോസിയേഷൻ. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് കുറെ ആൾക്കാർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ്. ഏതൊരു ആൾക്കാർക്കും അവർക്ക് കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വന്ന് ജോയിൻ ചെയ്യാം. അത് പ്രയർ നോട്ടീസ് കൊടുത്ത് ലീവ് ചെയ്യാനും പറ്റും. രണ്ടാമതാണ് കമ്പൽസറി ആയിട്ടുള്ള രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്. അതിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 1969 KCS ആക്ട് ആണ് ഇപ്പോൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. കമ്പൽസറി ആയിട്ടും രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യണം എന്ന് പറയുന്ന നിയമം വന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1912 നമ്പർ ഓഫ് മെമ്പേഴ്സ്, നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന മെമ്പർ, മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 10. കേരളത്തിൽ 25 ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് തൽക്കാലം അൺലിമിറ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് വോളണ്ടറി അസോസിയേഷൻ, 2 കമ്പൽസറി രജിസ്ട്രേഷൻ, 3 നമ്പർ ഓഫ് മെമ്പേഴ്സ്. നാലാമത്തേത് ലിമിറ്റഡ് ലൈബിലിറ്റി എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറയുന്നത് പാർട്ണർഷിപ്പിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഒരു ഏകദേശം അതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെമ്പേഴ്സിന് ഈ ഒരു സൊസൈറ്റി പ്രകാരം അവരുടെ ലൈബിലിറ്റി ഒരു പർട്ടിക്കുലർ എമൗണ്ടിലോ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജിലോട്ടോ ലിമിറ്റഡ് ആയിരിക്കും. അവർ എത്രത്തോളം ക്യാപിറ്റലാണോ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അത്രത്തോളേക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ലൈബിലിറ്റി ആയിരിക്കും അവർക്കുണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഓപ്പൺ മെമ്പർഷിപ്പ് ആണ്. മെമ്പർഷിപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോട്ട് കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ്. അവിടെ ഒരു തരത്തിലുള്ള കാസ്റ്റും റിലീജിയനും സെക്സും ഒന്നും ബാധകമായിട്ടുള്ളതല്ല. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രോളാണ്. ഈക്വലി എല്ലാവർക്കും ഒരേപോലെ മെമ്പേഴ്സ് ആവാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉള്ളത്. ബിസിനസ് മാനേജ് ചെയ്യുന്നത് മാനേജിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന അവരുടെ കുറച്ച് ലീഡേഴ്സ് കൂടിയിട്ടുള്ള ഒരു കമ്മിറ്റി ആയിരിക്കും. മാനേജിംഗ് കമ്മിറ്റി എന്നാണ് അതിൽ പറയുന്നത്. അത് എലക്ട് ചെയ്യുന്നത് എല്ലാവരും കൂടി ചേർന്നിട്ടായിരിക്കും. ഓരോരുത്തർക്ക് ഓരോ വോട്ട് വെച്ച് 1 മെമ്പർ 1 വോട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാനായിട്ട് എല്ലാവർക്കും പറ്റുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറ്റില്ല. ഇതിനോട് കോമൺ ഇൻട്രസ്റ്റ് ഉള്ള, ഇപ്പം ഫാമേഴ്സിന്റെ സൊസൈറ്റി ആണെങ്കിൽ അവർക്ക് സ്ഥലമുള്ള കൃഷി ചെയ്യുന്ന ഫാമേഴ്സിന് എല്ലാവർക്കും ഇതിൽ മെമ്പർ ആവാൻ പറ്റും. സോ അതാണ് ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഫീച്ചറാണ് സർവീസ് മോട്ടീവ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ബാക്കിയുള്ള ബിസിനസ് പോലെ അല്ല കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. അവിടെ ഒരു സർവീസിന്റെ എലമെന്റ്സും കൂടെ വരുന്നുണ്ട്. ഇപ്പൊ ഫാമേഴ്സിനാണെങ്കിൽ കൃഷിക്ക് സർവീസ് ആണ്, പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ അവർക്ക് പ്രൊഡക്ഷൻ നടത്തുന്നവർക്കൊരു സർവീസ് ആണ്, കൺസ്യൂമേഴ്സ് ആണെങ്കിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു സർവീസ്, ചീപ്പർ റേറ്റിൽ പ്രൊഡക്ഷൻ ഗുഡ്സ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സർവീസ് ആണ്. സോ ഇറ്റ്സ് ലൈക്ക് ഫോംഡ് വിത്ത് ദ മോട്ടീവ് ഓഫ് സർവീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കത്തില്ല, കൂടുതലും സർവീസ് കൊടുക്കുക എന്ന് പറയുന്ന മോട്ടോയിലായിരിക്കും കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുക. നെക്സ്റ്റ് ഫിനാൻസ് ആണ്. ഫിനാൻസ് എന്ന് പറയുന്നത് മെമ്പേഴ്സ് എല്ലാവരും കൂടി റേസ് ചെയ്യപ്പെടുന്ന ക്യാപിറ്റൽ എത്രയാണോ അതായിരിക്കും ഫിനാൻസ്. ഇതെന്ന് പറയുന്നത് ലോൺസ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും ആൾക്കാർ ക്യാപിറ്റൽ കൊണ്ടുവരാറുണ്ട്. സോ ദാറ്റ് ഈസ് ഫിനാൻസ്.
നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് മെമ്പേഴ്സിന്റെ ഇടയിലായിരിക്കും. അത് അവരുടെ എത്രത്തോളം ട്രാൻസാക്ഷൻസ് ആണോ നടത്തിയിട്ടുള്ളത് ആ ട്രാൻസാക്ഷന്റെ ബേസിസിലായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം കുറച്ച് പ്രൊവിഷൻസ് ഒക്കെ ഫോളോ ചെയ്യപ്പെടുന്നുണ്ട്. അവർക്ക് ഇത്രത്തോളം സർപ്ലസ് കിട്ടിയാൽ, പ്രോഫിറ്റ് കിട്ടിയാൽ അതിൽ ഇത്ര പെർസെൻറ്റേജ് ഡിവിഡൻഡ് കൊടുക്കണം, ഇത്ര പെർസെൻറ്റേജ് റിസർവ് ഫണ്ടിലോട്ട് ക്യാരി ഓൺ ചെയ്യണം, ഇത്ര പെർസെൻറ്റേജ് ഇവിടെ 10% സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസിന് കൊടുക്കണം. അതുപോലെ അതായത് ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫണ്ട് ആ തരത്തിലുള്ള റിസർവ്സ് കുറെ മാറ്റി വെച്ചിട്ടാണ് അവർ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് ഈ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ മാത്രമുള്ള സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന പ്രത്യേകതയാണ് പറഞ്ഞത്. സർപ്ലസ് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് മൊത്തത്തിൽ എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയല്ല ചെയ്യുന്നത്. അവരവരുടെ ഫ്യൂച്ചർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റിസർവ് ഫണ്ടായിട്ടും എഡ്യൂക്കേഷൻ ഫണ്ടായിട്ടും ചാരിറ്റബിൾ ആക്ടിവിറ്റീസിനുമൊക്കെ ഇത്ര പെർസെൻറ്റേജ് വെച്ച് അവർ മാറ്റി വെക്കുകയും ആഫ്റ്റർ ദാറ്റ് ബാക്കി വരുന്നത് അവർ ഡിവിഡൻസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അഡ്വാൻറ്റേജസിൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഈസി ആയിട്ടുള്ള ഫോർമേഷൻ എന്നുള്ളത്. ഈസി ഫോർമേഷൻ. ഏതെങ്കിലും 10 പേര് അഡൾട്ട് ആയിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഒക്കെ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആ ലോ പ്രകാരം രജിസ്റ്റർ ചെയ്താൽ മതി. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ആദ്യം ഒരു ടെമ്പററി കമ്മിറ്റി ഉണ്ടായിരിക്കും. ആ കമ്മിറ്റി വഴി ബാക്കിയുള്ള മെമ്പേഴ്സിന്റെ സൈൻസ് ഒക്കെ മേടിച്ച് അവർ പുതിയ ഫോർമാലിറ്റീസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഓർഗനൈസേഷനായിട്ട് ഫോം ആവും എന്ന് പറയുന്നു. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളത്. ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസും ലിമിറ്റഡ് ആയിരിക്കും. ഒത്തിരി വലിയ പാർട്ണർഷിപ്പ് ഫേംസും അല്ലെങ്കിൽ കമ്പനീസ് ഒക്കെ വരുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ഒക്കെ പോലെ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അത് വെച്ച് നോക്കുമ്പോൾ ആക്ടിവിറ്റീസും കുറവാണ്, ലയബിലിറ്റിയും കുറവായിരിക്കും. ലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റിയാണ്. മെമ്പേഴ്സ് എത്രത്തോളം ക്യാപിറ്റൽ ആണോ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് അത്രത്തോളം തന്നെ ആയിരിക്കും അവർക്ക് എന്ത് കിട്ടുക, അവരുടെ ലയബിലിറ്റി എക്സ്റ്റെൻഡ് ആയിട്ട് പോവുക. അപ്പൊ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഒന്നും എടുത്ത് വിൽക്കുക, അത്തരത്തിലെ ബിസിനസ്സിന് റീപേ ചെയ്യേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് വളരെയധികം സാധ്യത കുറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഡെമോക്രസി വൺ ഓഫ് ദി മേജർ അഡ്വാൻറ്റേജസ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണ്. അവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ജനറൽ ബോഡി ഉള്ളത്. എല്ലാ മെമ്പേഴ്സും കൂടെ ഉള്ളതാണ് ജനറൽ ബോഡി. ആ മെമ്പേഴ്സിനകത്ത് നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് മാനേജിംഗ് കമ്മിറ്റിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? വോട്ടൊക്കെ ചെയ്ത് ഒരു മെമ്പർക്ക് ഒരു വോട്ട് വെച്ച്. അപ്പൊ അത്തരത്തിൽ വോട്ട് ചെയ്ത് എല്ലാവരുടെയും കൂടെ പാർട്ടിസിപ്പേഷനിലാണ് അവരവരെ ആര് ലീഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. 4 ഗവൺമെന്റ് അസിസ്റ്റൻസ്. ഇതൊരു സർവീസ് മോട്ടീവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് ഇതിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അവർ പലതരത്തിൽ ഇപ്പോൾ ടാക്സേഷൻ റിലീഫ് കൊടുക്കും, സബ്സിഡീസ് ഒരുപാട് കൊടുക്കും, ലോൺസ് ഒക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ കൊടുക്കും. പിന്നെ സ്ത്രീകൾക്കൊക്കെ കൂടുതൽ മുൻഗണന കൊടുക്കും. കുറെ ഗ്രൂപ്പ്സിനൊക്കെ ഇതുപോലെയുള്ള കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കും. അപ്പൊ ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ അസിസ്റ്റൻസ് പല വിധേന ഇവർക്ക് കിട്ടും. നെക്സ്റ്റ് ആണ് സോഷ്യൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓൾറെഡി പറഞ്ഞു, ഏറ്റവും പ്രധാനമായിട്ടും മിഡിൽ മാൻസിനെ എലിമിനേറ്റ് ചെയ്യുക, ഒരു ഗ്രൂപ്പിന് തന്നെ പൈസ വന്ന് കുമിഞ്ഞു കൂടുക എന്ന് പറയുന്ന ആക്ടിവിറ്റി എലിമിനേറ്റ് ചെയ്യുക, വളരെ കുറച്ച് പേരിലേക്കും കൂടെ എംപ്ലോയ്മെന്റ് സ്പ്രെഡ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഉദ്ദേശം ഈ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷന് എപ്പോഴും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും സോഷ്യൽ ഇമ്പോർട്ടൻസ് വളരെ അധികം ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ് കോപ്പറേറ്റീവ് കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. സോ അത് വൺ ഓഫ് ദി മേജർ അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് ആണ് സ്റ്റേബിൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മെമ്പേഴ്സുമായിട്ടൊരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ മെമ്പേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചാൽ, ലൈക്ക് ഡെത്ത്, ഇൻസോൾവൻസി, ബാങ്ക്രപ്സി, ഇങ്ങനെ ബാങ്ക്രപ്റ്റ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ മെമ്പേഴ്സിനെ ബാധിക്കത്തില്ല. ഇവരെപ്പോഴും സ്റ്റേബിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്ത് പോകും. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി തന്നെയാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് എക്കണോമിക് അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് വീക്കർ സെക്ഷൻസ്. കോപ്പറേറ്റീവ് സൊസൈറ്റി സർവീസ് മോട്ടീവിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ടും വളരെ താഴെയുള്ള ആളുകളിലേക്കും കൂടെ ലോൺസ് കൊടുക്കാൻ, അതായത് വളരെ ലോവർ റേറ്റിൽ ഇൻട്രസ്റ്റ് കുറച്ച് പുവർ ഫാർമേഴ്സിനും ആർട്ടിസൻസിനും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് ലോൺ കൊടുക്കും.
അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. റീസണബിൾ പ്രൈസിൽ പ്രൊഡക്ഷൻ നടത്താനുള്ള ഹെൽപ്പ് ചെയ്യും. മെമ്പേഴ്സിനെ ലോക്കൽ ലെൻഡേഴ്സും മെർച്ചൻസും എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ അവർ നോക്കും. സോ ഇത്തരത്തിൽ അതിൽ നിന്നൊക്കെ അവരെ സേവ് ചെയ്യുന്ന, ഒരു തരത്തിൽ പറഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള സെക്ഷൻസിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ an advantage of cooperative organization, which is economic upliftment of weaker sections. ഇനി നമ്മൾ നോക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഒന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് അൺസ്യൂട്ടബിൾ ഫോർ ലാർജ് ബിസിനസ്. വളരെ വലിയ ബിസിനസ്സുകൾക്ക് ഇത് വളരെ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്. കാരണം നമ്മൾ വളരെ കുറച്ച് ക്യാപിറ്റലിൽ കുറച്ച് ആളുകൾ ചേർന്ന്, വളരെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ലേമാൻസ് ചേർന്ന് രൂപീകരിക്കുന്ന ഒരു കമ്പനി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗ്രൂപ്പാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ അവരെപ്പോഴും ഒരുപാട് ക്യാപിറ്റൽ മൊബൈലൈസ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ബിസിനസ്സുകൾക്കൊന്നും ഇത് ഫോം ചെയ്തിട്ട് കാര്യമില്ല. രണ്ടാണ് ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിനെ എലക്ട് ചെയ്യുന്നത് അവിടെ വരുന്ന മെമ്പേഴ്സിനകത്തുനിന്ന് തന്നെ കുറച്ച് പേരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളെയെങ്കിലും സെലക്ട് ചെയ്യും. സോ അവരൊരു ഭയങ്കര എക്സ്പേർട്ടുകളോ ഇതിൽ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളോ ഭയങ്കര സാലറി മേടിക്കുന്ന ആളുകളോ ഒന്നും ആയിരിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എപ്പോഴും എഫിഷ്യന്റ് ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. സോ അതാണ് അൺസ്യൂട്ടബിൾ ഫോർ ലാർജ് ബിസിനസ് പോലെ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്, ദാറ്റ് ഈസ് ഇൻഎഫിഷ്യന്റ് മാനേജ്മെന്റ്. മൂന്നാമത്തേതാണ് എക്സസീവ് സ്റ്റേറ്റ് റെഗുലേഷൻ എന്ന് പറയുന്നത്. എക്സസീവ് സ്റ്റേറ്റ് റെഗുലേഷൻ കൺട്രോൾ റെസ്ട്രിക്ട് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇനീഷ്യേറ്റീവ്. അതായത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിൽ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അവരെ ഗവൺമെന്റ് വളരെയധികം അസിസ്റ്റ് ചെയ്യും, ഗവൺമെന്റ് അവരെ ഫോളോ ചെയ്യും എന്നൊക്കെ. സോ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന്റെ ഇത്തരത്തിലുള്ള റെഗുലേഷൻസ് വളരെയധികം നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയെ കൺട്രോൾ ചെയ്യുകയും നമുക്ക് ഇനീഷ്യേറ്റീവ് ചെയ്ത് പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ആണ് ലാക്ക് ഓഫ് സീക്രസി. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഓപ്പൺ ആണ്. സോ അവരതെല്ലാം മീറ്റിംഗ്സിൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫിക്കൽട്ടാണ് അവർക്ക് സീക്രട്ട് ആയി കീപ്പ് ചെയ്യാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ ലാക്ക് ഓഫ് സീക്രസി ഈസ് ഓൾസോ വൺ ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് മോട്ടിവേഷൻ. അതായത് അവർക്ക് അവിടെ എഫേർട്ടിനനുസരിച്ച് റിവാർഡ് കൊടുക്കുക, കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുക, അവർക്കൊരു ബോണസ് കൊടുക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ എഫേർട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ അവർക്ക് റിവാർഡ് കിട്ടുന്നില്ല. സോ മെമ്പേഴ്സ് എപ്പോഴും ഫുൾ എഫേർട്ട് പുട്ടി ഫോർവേഡ് ചെയ്യാനായിട്ട് മടിക്കും, കാരണം അവർക്ക് റിവാർഡ് കിട്ടുന്നില്ലല്ലോ. റിവാർഡ് കിട്ടിയാൽ, നല്ല മോട്ടിവേഷൻ കിട്ടിയാലൊക്കെയാണ് അവർ കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുക. സോ ആബ്സെൻസ് ഓഫ് മോട്ടിവേഷൻ ആണ് വൺ ഓഫ് ദി ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് ആണ് നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഷെയർസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള വ്യക്തികൾക്ക് അത് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഏതെങ്കിലും മെമ്പർക്ക് ക്വിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഷെയറുകൾ മുഴുവൻ സറണ്ടർ ചെയ്ത് ആ പണം തിരിച്ചു വാങ്ങിച്ചിട്ട് പോകാം. ഇത്തരത്തിലേ അവർക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഒരു ഷെയർ മറ്റൊരാളിലേക്ക് കൊടുക്കാം, അത്തരത്തിലുള്ള ട്രാൻസ്ഫറബിലിറ്റി ഉള്ള ചാൻസ് തീരെ ഇല്ലാത്ത സ്ഥലമാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നമുക്ക് ചുറ്റുമുള്ളത്. കൺസ്യൂമേഴ്സിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, പ്രൊഡ്യൂസേഴ്സിന്റെ ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് കൊടുക്കുന്ന സൊസൈറ്റികളുണ്ട്, ഫാമിംഗ് സൊസൈറ്റി ഉണ്ട്, ഹൗസിംഗ് സൊസൈറ്റീസും ഉണ്ട്. ഇനി എന്താണ് കൺസ്യൂമേഴ്സിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് നോക്കാം. കൺസ്യൂമേഴ്സിന്റെ സൊസൈറ്റി പ്രധാനമായിട്ട് വന്നത് മിഡിൽ മെൻസ്, അതായത് ഇടനിലക്കാരെ ഈ ഫീൽഡിൽ നിന്നും ഒഴിവാക്കാനായിട്ടാണ്. അതുവഴി വളരെ സ്റ്റഡി ആയിട്ടുള്ള, നല്ല ഈസിലി അത്യാവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല ക്വാളിറ്റിയിൽ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ വിൽക്കാനായിട്ട് പറ്റും. അപ്പം ഹോൾസെയിൽ ബേസിസിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് ഈ ഗുഡ്സ് റീസണബിൾ റേറ്റിൽ മാർക്കറ്റ് പ്രൈസിൽ സെല് ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ ഗുഡ്സ് എല്ലാവർക്കും സെല് ചെയ്യപ്പെടും. ഗുഡ്സ് സെല് ചെയ്യുന്ന സമയത്ത് മെമ്പേഴ്സിന് മാത്രമല്ല സെല് ചെയ്യുന്നത്, നോൺ മെമ്പേഴ്സിനും സെല് ചെയ്യും. അപ്പം ഇത്തരത്തിലുള്ള സൊസൈറ്റിയിലെ നല്ല രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്യാനും മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള മിഡിൽ മെൻസിന്റെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നുള്ള കുറവും ഈസി ആയിട്ട് അവർക്ക് കിട്ടും.
അപ്പം ബിസിനസ്മാൻസിനെ സംബന്ധിച്ചിടത്തോളം, ഫാമേഴ്സും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈസി ആയിട്ട് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ ആൾക്കാർ വാങ്ങിക്കുന്നു, ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിന് വിൽക്കുന്നു. അതാണ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്യുന്നത്. മെയിൻ എയിം എന്താണ് ഇതിന്റെ? മെയിൻ എയിം എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എയിം മിഡിൽമെൻസിനെ ഒഴിവാക്കുക, ഈ ഫീൽഡിൽ നിന്നും റീസണബിൾ പ്രൈസിൽ കസ്റ്റമേഴ്സിന് പ്രൊഡക്ഷൻ ചെയ്ത ഗുഡ്സ് എത്തിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇത്തരത്തിൽ ഗുഡ്സ് കൊടുക്കുന്ന സ്ഥലമാണ് ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഒക്കെ. രണ്ടാമത്തേതാണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പേര് പോലെ തന്നെ സ്മോൾ സ്കെയിലായിട്ട് പ്രൊഡക്ഷൻ നടത്തുന്ന ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അതിനുവേണ്ടി ഫോം ചെയ്ത സൊസൈറ്റിയാണ്. പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി എപ്പോഴും സ്മോൾ സ്കെയിൽ പ്രൊഡ്യൂസേഴ്സിനെ കോമ്പറ്റീഷനും അവരുടെ പ്രൊഡക്ഷനും ഒക്കെ കൂട്ടാനും വളരെയധികം സഹായിക്കുന്നു. ഈ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയിലുള്ള ആളുകൾ ഒരു കോമൺ പ്ലേസിൽ ഒത്തുചേർന്ന് അവരുടെ റോ മെറ്റീരിയൽസും അവർക്ക് വേണ്ട ടൂൾസും എക്യുപ്മെന്റ്സും പണവും ഒക്കെ ഇത്തരത്തിലുള്ള സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യും. അവരപ്പോൾ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്യും. അപ്പൊ ആ ഔട്ട്പുട്ട് എല്ലാം കൂടെ കളക്ട് ചെയ്ത് വെച്ച് മാർക്കറ്റിൽ കൊണ്ട് ഹോൾസെയിൽ റേറ്റിൽ സെല് ചെയ്യും. ഇത് പ്രധാനമായിട്ടും ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത് എത്രത്തോളം പ്രോഫിറ്റ് ആണോ ഓരോ മെമ്പേഴ്സിനും കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും ഗുഡ്സും അവർക്ക് കിട്ടുന്നത്. പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എപ്പോഴും നല്ല രീതിയിലുള്ള റോ മെറ്റീരിയൽസ് കിട്ടാനും അവരുടെ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ഇംപ്രൂവ് ചെയ്യാനും വളരെ നല്ല ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻസ് ചെയ്യാനായിട്ടൊക്കെ എപ്പോഴും ഹെൽപ്പ് ചെയ്യപ്പെടുന്ന ടൈപ്പ് ഓഫ് സൊസൈറ്റിയാണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റിയാണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി? സൊസൈറ്റീസ് സ്മോൾ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ടും മാനുഫാക്ചേഴ്സിന് വേണ്ടിയിട്ടും അവരുടെ പ്രോഡക്ട്സ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അവർക്ക് ചിലപ്പം ഒറ്റയ്ക്ക് പോയി ഓരോ സാധനങ്ങൾ സെല്ല് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഗ്രൂപ്പായിട്ട് ചേർന്ന് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ഗ്രൂപ്പായിട്ട് ചേർന്ന് ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന് റെസ്പോൺസിബിലിറ്റി കുറച്ചുകൊണ്ട് പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇവർ പൂള് ചെയ്യുന്നത് പലതരത്തിലുള്ള ഇൻഡിവിജ്വൽ ആൾക്കാരെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പൂൾ ചെയ്ത് സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഗ്രേഡിങ്ങും ട്രാൻസ്പോർട്ടേഷനും വെയർഹൗസിങ്ങും പാക്കിങ്ങും മാർക്കറ്റിംഗ് റിസർച്ചും ഇതെല്ലാം ഒരുമിച്ച് പൂൾ ചേർന്ന് ചെയ്തിട്ട് അങ്ങനെ നല്ലൊരു പ്രൈസിൽ ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിക്കും. ഇപ്പൊ പ്രോഫിറ്റ്സ് നല്ലൊരു റേഷ്യോയിൽ സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം മിൽമ, അമൂൽ മിൽക്ക് മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പല ആളുകളിൽ നിന്ന് അവരുടെ മിൽക്ക് കളക്ട് ചെയ്ത് അവർ ഒരുമിച്ച് ചേർത്ത് വെച്ച് അതിന്റെ ക്വാളിറ്റി നോക്കി അതിന്റെ പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും എല്ലാം കറക്റ്റ് ആയിട്ടാണോ നോക്കി മാർക്കറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് അവർ വിൽക്കുന്നു. സോ അതാണ് അമൂൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക്, വളരെ പാവപ്പെട്ട ആളുകൾക്ക് ലോൺ കിട്ടാൻ ഭയങ്കര പാടാണ്. സോ അവർക്ക് ക്രെഡിറ്റ് കടം കൊടുക്കാനായിട്ട് അവന് വേണ്ടിയിട്ട് തന്നെ ഫോം ചെയ്യുന്ന അവരുടെ സേവിങ്സ് അവർക്ക് കൂട്ടാനായിട്ട് ഒക്കെ വേണ്ടി ഫോം ചെയ്താണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഇതെപ്പോഴും അത് അല്ലാത്ത തരത്തിലുള്ള ഈ ഓവറായിട്ട് പലിശക്കാരിൽ നിന്നുമൊക്കെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള മണി ലെൻഡേഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കൂടുതലും കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി സഹായിക്കുന്നത്. എല്ലാ സ്ഥലത്തും കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഉണ്ട്. അതായത് അർബൻ ഏരിയാസിലും റൂറൽ ഏരിയാസിലും ഒക്കെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഉണ്ട്. അതായത് പ്രധാനമായിട്ടും സേവിങ്സ് ഹാബിറ്റ് കൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. റെഡ്യൂസ് റേറ്റിൽ ലോൺസ് കൊടുക്കുക. റൂറൽ ഏരിയാസിൽ ആണെങ്കിൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഒരുപാടുണ്ട്. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടി ലോണൊക്കെ കൊടുക്കും. അർബൻ ഏരിയാസിലാണെങ്കിൽ നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ, ടൂൾസ് വാങ്ങിക്കാൻ, ഹൗസ് ഹോൾഡ് നീഡ്സിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കാറുണ്ട്. ഇവർ ഫണ്ട്സ് ഒക്കെ റേസ് ചെയ്യുന്നത് അവിടെയുള്ള ഡെപ്പോസിറ്റേഴ്സിന്റെ കയ്യിൽ നിന്നും, അതായത് ഒരു ബാങ്ക് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, ഡെപ്പോസിറ്റേഴ്സിൽ നിന്ന് സ്വീകരിച്ച് ലോൺ എടുക്കുന്ന ആളുകൾക്ക് ലെൻഡേഴ്സിന് കൊടുക്കുന്നു. അത്തരത്തിൽ പബ്ലിക്കിൽ നിന്ന് ലോൺ എടുക്കാറുണ്ട്. നെക്സ്റ്റ് വേണമാണ് കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി. എന്താ ഫാമിംഗ് സൊസൈറ്റി? അതായത് സ്മോൾ ഫാമേഴ്സ് എല്ലാം അവരുടെ ഇഷ്ടപ്രകാരം ഒരുമിച്ച് ചേർന്ന് അവരുടെ ഫാമിംഗ് വലിയൊരു ലാർജ് സ്കെയിലിലേക്ക് മാറ്റുന്നു. കൊച്ചു കുറെ ഫാർമേഴ്സ് കൂടി ചേർന്ന് വലിയ ലാർജ് സ്കെയിലിലേക്ക് ഫാമിംഗ് മാറ്റുന്നു. ദാറ്റ് ഈസ് കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി. അതായത് വീക്കായിട്ടുള്ള ആളുകൾ, ഇപ്പൊ ലാൻഡ് ഹോൾഡിങ്സ് ഉള്ളവർക്ക് എല്ലാ കാര്യങ്ങൾക്കുമുള്ള കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. അവർക്ക് മോഡേൺ ടൂൾസ് കാണത്തില്ല, മോഡേൺ സീഡ്സ് കാണത്തില്ല, ഫെർട്ടിലൈസേഴ്സ് കാണത്തില്ല. അപ്പൊ ഇവർ ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോൾ
ഒരാൾക്കുള്ളത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യും. അത്തരത്തിൽ ക്വാളിറ്റി ആയിട്ടുള്ള സീഡ്സും ഫെർട്ടിലൈസേഴ്സും ലാർജ് സ്കെയിലിൽ ഫാമിങ്ങും ചെയ്യാനായിട്ട് സഹായിക്കും. ട്രാക്ടേഴ്സ് കൊടുക്കാം, അവർക്ക് കുറെ ഹാർവെസ്റ്റേഴ്സിനെ കിട്ടും. അവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടെല്ലാം ഒറ്റയടിക്ക് തന്നെ അങ്ങ് തീരുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഹൗസിംഗ് സൊസൈറ്റീസ്. ഹൗസിംഗ് സൊസൈറ്റി എന്തിനായിരിക്കും? വീടില്ലാത്ത ആളുകൾക്ക്, അതായത് ലോ ഇൻകം മിഡിൽ ഗ്രൂപ്പ് ഇൻകത്തിലുള്ള ആളുകൾക്ക് ജോലി ഉണ്ട്, പക്ഷെ അവർക്ക് വീടൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് അർബൻ ഏരിയാസിലും ഒക്കെ വീട് വയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ്. 2-3 ടൈപ്പിലുള്ള ഹൗസിംഗ് സൊസൈറ്റീസ് ഉണ്ട്. സം സൊസൈറ്റീസ് അക്വയർ ലാൻഡ് ആൻഡ് ഗീവ് പ്ലോട്ട്സ് ടു ദ മെമ്പേഴ്സ് ഫോർ കൺസ്ട്രക്ടിങ് ദെയർ ഓൺ ഹൗസസ്. അതായത് ചില സൊസൈറ്റികൾ ലാൻഡ് വാങ്ങിച്ചിട്ട് അവിടെ പ്ലോട്ട് കൊടുക്കും മെമ്പേഴ്സിന് വീട് വെക്കാനായിട്ട്. അപ്പോൾ അവരനുസരിച്ചുള്ള ഫണ്ട് കൊടുക്കും. ചിലർ വീട് പണിത് കൊടുക്കും, ഡയറക്റ്റ് ആയിട്ട് സ്ഥലം വാങ്ങിച്ച് വീട് പണിത് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ലോൺ ഉണ്ട്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, ഗവൺമെന്റ് ഏജൻസിനെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ലോൺസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിൽ ഒരു ഹൗസിംഗ് കൺസ്ട്രക്ഷൻ നടത്തുന്ന ടൈപ്പിലുള്ള ലോൺസ് ആണ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇനി ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു ചെറിയൊരു ഫാക്ടറും കൂടെ നമുക്കിവിടെ സമയമുള്ളത് കൊണ്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ നല്ലൊരു ഫോം ഓഫ് ഓർഗനൈസേഷൻ എങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും? എങ്ങനെയായിരിക്കും നമുക്ക് വേണ്ട ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ചൂസ് ചെയ്യുന്നത്? ഒന്ന്, അതിന്റെ കോസ്റ്റ് നമ്മൾ നോക്കും അല്ലേ? അതിന്റെ എങ്ങനെയാണ് നമുക്ക് ഈസിലി അത് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നോക്കും. ഇനീഷ്യലി കോസ്റ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് മാത്രം. ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് തുടങ്ങുന്നത് വൺ ഓഫ് ദി ഈസിയസ്റ്റ് വേ ഓഫ് സ്റ്റാർട്ടിങ് ബിസിനസ് ആണ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് തുടങ്ങണമെങ്കിൽ സോളായിട്ട് ഒരെണ്ണം പോയി സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് തുടങ്ങാം. 2 ലൈബിലിറ്റിയാണ്. ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമ്മുടെ ലൈബിലിറ്റി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റിസ്ക് ഒക്കെ ഉള്ളത്. അപ്പം ഓരോന്നിനും ഓരോന്ന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസ്കുകളാണുള്ളത്. ലിമിറ്റഡ് ലൈബിലിറ്റി നോക്കാനാണെങ്കിൽ ഇപ്പോൾ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ ലിമിറ്റഡ് ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ലൈബിലിറ്റി നോക്കി നമ്മൾ ഒരു ഫോം ഓഫ് ബിസിനസ് ചൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ കോസ്റ്റ് നോക്കും, 2 ഈസ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് ഓർഗനൈസേഷൻ, അതേപോലെ ലൈബിലിറ്റി, പിന്നെ കണ്ടിന്യൂറ്റി. ബിസിനസ് നിന്ന് പോകുമോ, പെർമനന്റ് സ്ട്രക്ചറിലാണോ കമ്പനി ഫോം ചെയ്തിരിക്കുന്നത്, പ്രോപ്പർ ആയിട്ടാണോ കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെ ഉള്ളത് നോക്കും. ഇപ്പം നമ്മൾക്കൊരു പെർമനന്റ് നേച്ചറിലാണെങ്കിൽ കമ്പനികളാണ് നമുക്ക് സ്യൂട്ട് ആയിട്ടുള്ളത്. വളരെ കുറച്ച് നാളത്തേക്ക് മതിയെങ്കിൽ പ്രൊപ്രൈറ്റർഷിപ്പോ പാർട്ട്ണർഷിപ്പോ ഒക്കെ നമുക്ക് തുടങ്ങാം. നെക്സ്റ്റ് വൺ ആണ് മാനേജ്മെന്റ് എബിലിറ്റി. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻസിനെ വെച്ചിട്ടാണ് പ്രൊഫഷണലൈസ്ഡ് മാനേജ്മെന്റ് വേണോ സാധാരണ മാനേജ്മെന്റ് വേണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നേച്ചർ ഓഫ് ഓപ്പറേഷൻസ് നോക്കിയിട്ട് നമുക്കും ഏത് തരത്തിലുള്ള മാനേജ്മെന്റ് വേണമെന്ന് നമ്മൾ ഫിക്സ് ചെയ്യും. നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ കൺസിഡറേഷൻ. ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ കമ്പനീസ് ഒക്കെ വഴി ഷെയർ ഒക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് നടക്കും. അല്ലാത്തതാണെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലൊക്കെ ആയിരിക്കും നടക്കുന്നത്. ഇപ്പം നമ്മൾ കോസ്റ്റ് നോക്കി, ഈസ് ഓഫ് സ്റ്റാർട്ടിംഗ് ബിസിനസ് നോക്കി, ലൈബിലിറ്റി നോക്കി, കണ്ടിന്യൂറ്റി നോക്കി, മാനേജ്മെന്റ് എബിലിറ്റി എത്രത്തോളം വേണമെന്ന് നോക്കി, ക്യാപിറ്റൽ കൺസിഡറേഷനെ കുറിച്ച് നോക്കി, പിന്നെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണെങ്കിൽ കമ്പനിയൊക്കെ തന്നെ ആയിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഡിഗ്രി ഓഫ് കൺട്രോൾ എത്രത്തോളം വേണം ഓരോ ഓപ്പറേഷൻസിലും, ഡിസിഷൻ മേക്കിംഗ് പവർ എത്രത്തോളം ആവശ്യമുണ്ട്, ഏതാണ് കറക്റ്റായിട്ട് വേണ്ടതെന്നുള്ള കമ്പനി വേണോ, പാർട്ട്ണർഷിപ്പ് വേണോ, കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ വേണോ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് വേണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് തീരുമാനിക്കാം. ഫൈനലി ആണ് നേച്ചർ ഓഫ് ബിസിനസ്. ഫൈനലി അല്ല, നേച്ചർ ഓഫ് ബിസിനസ് വേണമെങ്കിൽ നമുക്ക് ആദ്യമാണെന്ന് പറയാം. ഡയറക്റ്റ് ആയിട്ട് പേഴ്സണൽ കോൺടാക്ട് വേണമെന്നാണെങ്കിൽ കസ്റ്റമേഴ്സ്, ഗ്രോസറി സ്റ്റോഴ്സ് ഒക്കെ ഇങ്ങനെയുള്ളതൊക്കെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെന്ന് നമുക്കറിയാലോ. അല്ല നമുക്കിപ്പം കോൺട്രാക്ട് ത്രൂ ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് നമുക്ക് ചെയ്യാം. ഇപ്പം ഒരു പാലം പണിയണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പം നമ്മുടെ നേച്ചർ ഓഫ് ബിസിനസ് നോക്കി അവിടെ നമുക്ക് പാർട്ട്ണർഷിപ്പാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലാർജ് പ്രൊഡക്ഷൻ, ലാർജ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിനാണെങ്കിൽ ഒരു കമ്പനി ഫോം ചെയ്ത് ലോങ് ടേമിലേക്ക് പോകുന്നതാണ് നല്ലത്. സോ ഇത്തരത്തിൽ പല വിധേനയുള്ള കാര്യങ്ങൾ, ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് നമുക്ക് ഏത് ഫോം ഓഫ് ബിസിനസ് വേണോ വേണ്ടത് അത് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ്. നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് രീതിയിലുള്ള ബിസിനസ്സാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനായിട്ട് സാധിക്കും.